ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ന്യൂസിലൻഡിനെതിരെ 3 ഏകദിന പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ജയിച്ചു കയറിയപ്പോൾ അവിടെ തല ഉയർത്തി നിന്നത് വിരാട് കോഹ്ലി എന്ന കളിക്കാരൻ്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കുറച്ചു കാലങ്ങളായി ഇവർക്ക് നിർത്തിപ്പോകാറായില്ലേ എന്ന് പരിഹസിച്ചും വിമർശിച്ചും കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ. അത്തരം ആളുകൾക്കുള്ള മറുപടി അയാളുടെ ബാറ്റിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒട്ടനവധി ഇന്നിങ്സുകൾ ഈ അടുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഏറ്റവും മഹത്തരമായ മറ്റൊരു ഇന്നിങ്സ് ആയിരുന്നു ഇന്നലെ ന്യൂസിലൻഡിനെതിരെ വിരാട് കോഹ്ലി നേടിയ 93 റൺസ്. ഓപ്പണിംഗ് ഇറങ്ങി രോഹിത്തും ശുഭ്മാൻ ഗില്ലും പതിയെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഗില്ലിനെ സംബന്ധിച്ച് തുടക്കത്തിൽ റൺസ് കണ്ടെത്താൻ വളരെ വിഷമിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ശുഭ്മാൻ ഗില്ല് 52 റൺസ് നേടി. പക്ഷേ അതിന് 71 ബോളുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും അവിടെ ഇന്നിങ്സ് കെട്ടിപ്പടുക്കുക എന്നൊരു ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് വേണം പറയാൻ. രോഹിത് ശർമ്മയും മോശമാക്കിയില്ല. ഹിറ്റ്മാൻ 26 റൺസ് എടുത്താണ് പുറത്തായത്. അയ്യർ 49 റൺസ് എടുത്തു. KL രാഹുൽ 29 റൺസ് എടുത്തു. KL രാഹുലിന് വാലറ്റത്ത് കൂട്ടായി ഹർഷിദ് റാണയും 29 റൺസ് എടുത്ത് 4 വിക്കറ്റിൻ്റെ വിജയമാണ് ഇന്നലെ ഇന്ത്യ കുറിച്ചത്. ആ വിജയം കുറിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഏറ്റവും മഹത്തരമായത് 91 ബോളുകളിൽ 93 റൺസ് നേടിയ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് തന്നെയായിരുന്നു. 6ലേക്ക് 1 ബോൾ മാത്രമാണ് പറത്താനായതെങ്കിലും ക്ലാസും ടൈമിങ്ങും ചേർന്ന 8 ഫോറുകളാണ് അയാൾ നേടിയെടുത്തത്. ഇനിയും അയാൾക്ക് നിർത്താറായില്ലേ എന്ന് വിമർശിക്കുന്നവരോട് പറയാനുള്ളത്, അയാൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു ഒടുക്കത്തിൻ്റെ തുടക്കമല്ല, തുടർച്ചയുടെ തുടക്കമാണ്. അയാളെ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവരോട്, ഇന്ത്യൻ ടീമിൽ ഇന്ന് ഏറ്റവും ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്ന എന്നല്ല, ഒരു പക്ഷേ ലോക ക്രിക്കറ്റിൽ കോഹ്ലിയോളം ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരാൾ ഉണ്ടോ എന്നത് സംശയമാണ്. പലകുറി നമ്മൾ ഫീൽഡിങ്ങിൽ അയാളുടെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഫീൽഡിംഗ് മികവിലൂടെ അസാധ്യമായ ക്യാച്ചുകൾ, ഫീൽഡിംഗ് മികവിലൂടെ അസാധ്യമായ റണ്ണൗട്ടുകൾ അയാൾ ഗ്രൗണ്ടിൽ നേടിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് വിമർശകരോട് പറയാനുള്ളത്. അയാൾ ഇന്നലെ നേടിയ 93 റൺസിലൂടെ നടന്നു കയറിയത് 28,000 റൺസ് എന്ന ചരിത്രത്തിലേക്കാണ്. ന്യൂസിലൻഡ് ഹെൻറി നിക്കോൾസ്, കോൺവേ, ഡാരൽ മിച്ചൽ എന്നിവരുടെ 50യുടെ ബലത്തിൽ ഇന്ത്യക്ക് മുന്നിൽ നേടിയത് 300 റൺസ്. ആ 300 റൺസാണ് ഒരു ഓവർ ശേഷിക്കെ 49ാം ഓവറിൻ്റെ അവസാന ബോളിൽ KL രാഹുൽ ആകാശത്തിലേക്കൊരു 6 തൂക്കിക്കൊണ്ടാണ് ഇന്ത്യ വിജയത്തിലേക്ക് നടന്നു കയറിയത്. വീണ്ടും പറയുന്നു, KL രാഹുൽ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി പ്രായമായവർക്ക് നിർത്തിക്കൂടെ എന്ന് ഇവർക്കെതിരെ മുറവിളി കൂട്ടുന്നവരോട് നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുക. അവർ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.